ഒന്നൊരു പുതിയൊരു ഐറ്റായിട്ട് വന്നിരിക്കണം കേട്ടോ. ഒരു വഹി പടച്ചോനിൽ നേരിട്ട് വഹി ലഭിച്ചിട്ടുള്ള ഒരു താത്താനെ കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ കുടിയിൽ കുത്തിരുന്നോളി, മനസ്സിലായില്ല. ഇത് പടച്ചോൻ നേരിട്ട് വന്നിട്ട് താത്താന് വഹി കൊടുത്ത വഹി ചില്ലറ വഹിയൊന്നല്ല. എന്താ ഇവിടെ കുത്തിയിരിക്കണ്? പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അതൊന്ന് പോയി കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയും, റിവ്യൂ കൊടുക്കുക, ജനങ്ങൾക്ക് അതിനെ കുറിച്ച് നല്ല ഉദ്ബോധനം കൊടുക്കുക. അങ്ങനെ ആ താത്ത പോയിട്ട് ആ സിനിമ കണ്ട് നല്ലൊരു സിനിമയാണ്, തരക്കടൊന്നുമില്ല, ചിരിക്കാനും അതുപോലെ തന്നെ കരയാനും നല്ല ഫീലിങ്ങൊക്കെ, നല്ലൊരു കുടുംബ സിനിമയാണ്. പടച്ചോ നേരിട്ട് കൊടുത്ത സിനിമ ആയതുകൊണ്ട്, വഹിയായതുകൊണ്ട് അത് പോയി കണ്ടിട്ട് ആ താത്ത പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടാൽ നമുക്ക് സങ്കടത്തിൽ നമ്മളൊന്ന് കണ്ടോക്കിട്ട്. ഇതുപോലത്തെ സൂപ്പർ സിനിമ ജീവിതത്തിൽ കുറെ നാളായിട്ട് കണ്ടിട്ടില്ല. ഇതാണ് സിനിമ. കുറെ അലവലാതി സിനിമകൾ കുറെ ഇറങ്ങുന്നുണ്ട്, ഒന്നിനും കൊള്ളൂല. മനുഷ്യന് പൈസ കൊടുത്തിട്ട് ഒരു ഗുണവും ഇല്ല. അത് ഉംറക്ക് പോയ പോലത്തെ സന്തോഷമാണ് മൂപ്പത്തേര്. പറച്ചില് കണ്ട സങ്കടവും സന്തോഷവും ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു പറച്ചിലാണ്. എല്ലാരോടും യാത്ര പറഞ്ഞിട്ട് ഉംറക്ക് പോയിട്ട് വന്ന് തിരിച്ചു വന്നിട്ടുള്ള ആ ഒരു സന്തോഷം പങ്കുവെക്കലുണ്ടല്ലോ, കേട്ടാ സഹിക്കണില്ല. എന്തായാലും വല്ല വഹി കിട്ടാനും വേണം. നമുക്കൊന്നും അതിൽ വഹിയൊന്നും കിട്ടിയിട്ടില്ല. ഈ വഹി ഒരു ഒന്നൊന്നര വഹിയാണ്. എന്തായാലും ഇനിയും ഒരുപാട് സിനിമ കാണാനുള്ള വഹി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. അച്ഛ സിനിമ, ബാക്കിയെല്ലാം ഡെഡ് സിനിമ. ഇതാണ് സിനിമ. പഴയ സിനിമകളൊക്കെ എവിടെ? അത് കാണിച്ചു ഞങ്ങൾക്ക്. എന്റെ മനസ്സിലാഗ്രഹം കൊണ്ടാണ് അള്ളാഹു ഇന്ന് ഇതിന് വേണ്ടി മനുഷ്യര് ബുദ്ധിമുട്ടി പൈസ ഉണ്ടാക്കിയിട്ട് തിയേറ്ററിൽ വന്നാല് നല്ല സിനിമ കാണാൻ പറ്റൂല. എത്രയോ കോടാനക്കോടി ജനങ്ങളില്ലേ, അതിന് തെരഞ്ഞെടുത്തിട്ട് ഒരാൾക്ക് പ്രത്യേകമായിട്ട് പടച്ച ഒരു വഹി എത്തിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോ അത് പ്രത്യേക കഴിവ് തന്നെയാണ്. സാധാരണ ഔലിയാക്കൾക്കൊക്കെ വഹി കിട്ടാറുണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കലുണ്ട്. ഇത് ഔലിയത്തിക്കാണ് ഇപ്പൊ വഹി കിട്ടുന്നത്. വല്ലാത്തൊരു ഔലിയത്തി. സിനിമ ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാക്ക്, അല്ലെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാക്ക്. പഴയ മമ്മൂട്ടിയുടെയും സുമലതയുടെയും സുഹാസിനിയുടെയും ഒക്കെ സിനിമകൾ വരുത്ത്. അല്ലാണ്ട് ഈ കുറെ കാശ് കൊടുത്തിട്ട് ലക്ഷങ്ങളും കോടികളും ചെലവാക്കിയിട്ട് പൈസ ചെലവാക്കിയിട്ട് പണം ഉണ്ടായിട്ട് സാധാരണ മനുഷ്യന്മാരെ കണ്ടിട്ട് നിങ്ങളിങ്ങനെ പൊട്ടിത്തെറിക്കല്ലോ. കാരണം നിങ്ങളിപ്പോ ഒരു വഹിയൊക്കെ ലഭിച്ചിട്ടുള്ള നല്ലൊരു വലിയത്തിയാണ് നിങ്ങള്. വലിയത്തിമാര് അങ്ങനെ ആൾക്കാരെ പൊട്ടിത്തെറിക്കാൻ പാടില്ല. വഹി ലഭിച്ചു വന്നതല്ലേ, ഒന്ന് ശാന്തമായിട്ട് സംസാരിക്കുന്നത്. നമുക്ക് എല്ലാറ്റിനും വഴി ഉണ്ടാവും. ഇനി നല്ല നല്ല സിനിമകളൊക്കെ വരും. നല്ല നല്ല സിനിമ വന്ന് നിങ്ങൾക്ക് തന്നെ നേരിട്ട് വഴി കിട്ടുമല്ലോ. പിന്നെ എന്താണ് പോയിക്കാനുള്ളത്? എത്ര കാലങ്ങൾ കിട്ടിയിട്ടില്ല, എത്ര കാലങ്ങൾ നല്ല സിനിമ കണ്ടില്ലല്ലോ. അപ്പൊ ഞാൻ സമയം ആയിക്കഴിഞ്ഞാൽ നേരിട്ട് വഴി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ വന്ന് കണ്ടാൽ മതി. അപ്പൊ നിങ്ങൾ ക്ഷമിക്കും. പിന്നെ കുറേ കായ് കളഞ്ഞത് കളഞ്ഞോട്ടെ. നമുക്ക് നല്ല സിനിമ വരുമ്പോ നമുക്കൊന്ന് കാണാം. ഒരു തിരക്കില്ലാന്നേ. മൊത്തം നേരിട്ട് വഴി തരുന്നല്ലേ, നമുക്ക് അതിനുള്ള ഭാഗ്യമൊന്നും കിട്ടും. നമ്മുടെ നാട്ടുകാരൊക്കെ പറഞ്ഞിട്ട് വേണം അറിയാൻ നിങ്ങളുടെ സിനിമ ആണെങ്കിൽ നല്ല സിനിമയാണ്, പൊള്ളും അല്ലെങ്കിൽ പൊള്ളില്ല, കൊള്ളാത്ത സിനിമ. നേരിട്ട് അവിടുന്ന് വഹി എടുക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് സമയത്തിച്ചിട്ടാ പോണത്. നല്ല നല്ല